ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ചെറിയ പെരുന്നാളാണ്. നമ്മുടെ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നിലനിൽക്കുന്നതിനാൽ കർശന നിയന്ത്രണങ്ങൾ തന്നെയാണ് ചെറിയ പെരുന്നാളിനും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പറയാനുള്ളത്, നാളെ റേഷൻ കട ഉണ്ടായിരിക്കുന്നതല്ല. ഓരോ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് 16 ഔദ്യോഗിക ഒഴിവുകളാണ് ഉള്ളത്. അതിൽ 12ാമത്തെ ഒഴിവായിട്ടുള്ള ഈദുൽ ഫിത്തർ ഹോളിഡേ നാളെയാണ്. അതുകൊണ്ട് നാളെ റേഷൻ കട പ്രവർത്തിക്കുകയില്ല. ആരും റേഷൻ കടയിൽ പോവേണ്ടതില്ല. ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ പെരുന്നാളായതുകൊണ്ട് പലതരത്തിലുള്ള ആചാരങ്ങളുമുണ്ട്. അതായത് കുടുംബങ്ങളെ സന്ദർശിക്കൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് വിശ്വാസികൾക്ക്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരം സന്ദർശനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ദേവന്മാരും ഖാദിമാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിത്തർ സക്കാത്ത് ഏകീകരിച്ച് വിതരണം ചെയ്യാൻ കാസിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടുള്ള ഒരുവിധ ആഘോഷ പരിപാടികളും നാളെ അനുവദിക്കുകയില്ല. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നിസ്കാരം ഉണ്ടാകുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ പെരുന്നാൾ പ്രമാണിച്ച് ഇന്ന് രാത്രി 10 മണി വരെ മത്സ്യം വിൽക്കുന്ന കടകൾക്ക് പ്രവർത്തിക്കാം എന്നുള്ള ഒരു ഇളവ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ബാങ്കുകൾ ഔദ്യോഗികമായി ബാങ്കുകളുടെ പ്രവർത്തനം ഞായറാഴ്ച വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇൻഷുറൻസ് സ്ഥാപനങ്ങളും ഞായറാഴ്ച വരെ പ്രവർത്തിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരു ആശ്വാസം നൽകുന്ന വാർത്ത, രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. 12 സംസ്ഥാനങ്ങളിലാണ് രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്, സപ്ലൈകോയ് കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് അവശ്യ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചു നൽകാനുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 90 സ്ഥലങ്ങളിൽ ഈ ഒരു പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുടുംബശ്രീ പ്രവർത്തകർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകുമ്പോൾ ഒരു ചെറിയ ഫീസ് നിങ്ങൾ അതിന് നൽകേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് KSEBയുടെ അറിയിപ്പാണ്. KSEBയുടെ അറിയിപ്പ്, അതായത് നമ്മൾ സ്വയം റീഡിംഗ് എടുക്കണം എന്നാണ് ഇപ്പോൾ KSEB പറഞ്ഞിട്ടുള്ളത്. സോണുകളിലുള്ള സ്ഥലങ്ങളിൽ KSEB ജീവനക്കാർ വന്ന് റീഡിംഗ് എടുത്ത് ബില്ലുകൾ നമുക്ക് നൽകുകയില്ല. അത് നമ്മൾ സ്വയം എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിൽ വരാനാകുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരികയും ആ മെസ്സേജിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അപ്പോഴത്തെ മീറ്റർ റീഡിംഗ് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മീറ്റർ ഫോട്ടോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മീറ്ററിന്റെ അപ്പോഴത്തെ ഒരു ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യണം. നമുക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്നതാണ് നമ്മുടെ വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് പിന്നെ ഓൺലൈനായി അടക്കുകയും വേണം. ഇങ്ങനെയാണ് KSEBയുടെ ഒരു പുതിയ അറിയിപ്പ്. വൈദ്യുതി ബിൽ ഈ രൂപത്തിലായിരിക്കും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അടയ്ക്കേണ്ടി വരിക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഓൺലൈനായിട്ട് മാത്രമേ വൈദ്യുതി ബില്ലുകളൊക്കെ അടക്കാൻ പറ്റൂ. ഇത്രയാണ് നാളത്തെ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.